ഹായ് ഗെയ്സ്, ഞാനിപ്പോൾ കുട്ടമ്പേരൂർ എത്തി കേട്ടോ. അപ്പം നല്ല മഴയത്ത് നനഞ്ഞ് കിടക്കുന്ന ഒരു രാവിലത്തെ സമയം, നല്ല മഴയെ നനഞ്ഞ് കിടക്കുന്ന പ്രഭാതം. അതാണ് എൻ്റെ കപ്പ കൃഷിയൊക്കെ കണ്ടോ. എൻ്റെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ ആണ് ഇത്. കണ്ടോ, അടുക്കള വാതിൽക്ക് നിന്നുകൊണ്ട് ഞാൻ എടുക്കുക. രാവിലെ അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്കിനും ഞാൻ വിചാരിച്ചു, ഇങ്ങോട്ട് നോക്കിയ ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ രാവിലത്തെ ആ ഒരു ഭംഗി നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ വന്ന്. ഇതുകൊണ്ട് നമ്മുടെ മൾബറിയൊക്കെ ദേ വീണ് കിടക്കുന്നു. നല്ല മഴയും കാറ്റും ഒക്കെ ഇല്ലേ ഇപ്പോൾ 2-3 ദിവസം കൊണ്ട്. കണ്ടോ, മൾബറി എല്ലാം വീണ് കിടക്കുന്നു. പിന്നെ എൻ്റെ കപ്പയൊക്കെ കണ്ട് ഇത്രയായി. അമ്മ അതിൻ്റെ ഇടയിലുള്ള പുല്ലെല്ലാം പറിച്ച് കളഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് പടിഞ്ഞാട്ടൊന്ന് പോയി കണ്ടത്തിൻ്റെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഞങ്ങളുടെ കിണറാണെങ്കിൽ ഇനി ഒരു 4 തൊടിയും കൂടെ മതി കേട്ടോ. അതുകൂടെ ആയിക്കഴിഞ്ഞാൽ കിണർ ഫുള്ളാവും. അതും കാണിക്കാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. രണ്ട് ഗേസ്, ഇതാണ് കിണർ. ഞാൻ കാണിച്ചു തരാം. വെള്ളം കണ്ടോ. ഇനി 4 തൊടിയും കൂടെ ഉള്ളൂ. നാല് തൊടിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ കിണർ മോളി വരെ വരും. അത്രയൊന്നും വരത്തില്ല കേട്ടോ. ഇതിപ്പോൾ തുടർച്ചയായിട്ടുള്ള മഴ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ അങ്ങ് നിറഞ്ഞത്. ചെടിയെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കുതിർന്ന് നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. ഉണ്ടേ തെറ്റിയമ്മയുടെ ഉണ്ടോ. രാവിലത്തെ ഒരു അന്തരീക്ഷം ഒരു പ്രത്യേക വൈബല്ലേ. ഈ മഴയത്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. ബിന്ദുവിൻ്റെ ചെടികളൊക്കെ കണ്ടോ. ഇനി കുറേ ഈ മഴയത്ത് പോകുന്ന ചെടികളുണ്ട് കേട്ടോ. അതിനെല്ലാം പിടിച്ച് അവൾ ഇവിടെയൊക്കെ വയ്ക്കും. കണ്ട, മഴയത്ത് കാണാൻ ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആണേ റോസയും പിന്നെ നമ്മുടെ ചെടികൾ എല്ലാവരും എണീറ്റ് വരുന്നേ ഉള്ളൂ. നമ്മുടെ ദേവൻകുട്ടനും മാളും ഒക്കെ. പിന്നെ നമ്മുടെ മാളൂസ് ഇനി തൊട്ട് സ്കൂളിൽ പോവാം കേട്ടോ. എല്ലാവരും 3-ാം തീയതി തൊട്ട് എല്ലാവരും സ്കൂളിൽ പോക്കുകാരാ. നമ്മുടെ റോഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം രാവിലെ. ഇവിടെ പിന്നെ എപ്പോഴും തിരക്കാണ്. രാവിലെയൊന്നുമില്ല, വൈകിട്ടൊന്നുമില്ല. ചറവറ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ കാഴ്ചകൾ. റോഡും ചെടികളും ഒക്കെ നനഞ്ഞു കുതിർന്നങ്ങനെ ഇരിക്കുക. ഇനി നമുക്ക് നേരെ ബാക്കിലോട്ട് പോവാം. അമ്മ താണ്ട രാവിലെ പശുപരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് കൈയും കാലും ഒക്കെ തേച്ച് കഴുകുന്നുണ്ട് അവിടെ നിന്ന്. നന്ദുസേ വാ, ഉടുപ്പിട്ടോണ്ട് വാ. തണുപ്പാണേ. തൊപ്പിയും വേണേ. തൊപ്പിയുള്ള ഉടുപ്പ് വേണം കേട്ടോ. കണ്ടത്തിലോട്ട് പോകാനാ. അപ്പോൾ അവനെയും കൂടെ വിളിച്ചുകൊണ്ട് പോകാം. കുറേ ദിവസമായി അവനെ കാണുന്നില്ല എന്നെല്ലാവരും പരാതി പറയുന്നു. അത് മാങ്ങയാണോ? എന്തേ അമ്മ വേണ്ട, മഴയത്ത് വീണ മാങ്ങയൊക്കെ പെറുക്കിക്കൊണ്ട് വന്നോണ്ട്. 25 കൊള്ളാം. ബക്കറ്റ് പൊട്ടിയോ? നമുക്ക് വേറെ എടുക്കാം. അവിടുന്ന് കിട്ടിയ മാങ്ങ 20 കണ്ടോ. ഇന്നലെ കിട്ടിയതോ 10-15 അപ്പുറത്ത് കൊടുത്തു. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ എങ്ങനെയും കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞു. ഞാൻ തീർക്കാൻ പോകും. അമ്മ മാങ്ങ വെറുക്കി കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചു. ഇതെന്ന് കിട്ടിയതാ? അയ്യോ, അപ്പുറത്തെ ഇലയും അതിപ്പോൾ കാറ്റും മഴയില്ലേ, ഇപ്പോൾ ഇഷ്ടംപോലെ മാങ്ങ വീഴും. ഇതിന് മധുരം ഉണ്ടോ? ഇത് നല്ല മധുരം, പക്ഷേ പുളി കൊണ്ടോ നോക്കണം. അത് ചെത്തി നോക്കാം. കുറുമ്പ് കറി കണ്ടോ. ഞാൻ ഉച്ചയ്ക്ക് കിട്ടിയ മാങ്ങ കണ്ടോ ഗൈസ്, എനിക്ക് വേണ്ടി അമ്മ മാങ്ങ വെറുക്കി കഴുകി വെച്ചേക്കുന്ന കണ്ടോ. ബ്രെഡ് മാങ്ങയാ. ഞാൻ അങ്ങോട്ട് പോയില്ല. പോവാം. ഉടുപ്പ് തണുപ്പായിരിക്കും. എന്തിനാ എടപ്പാനെ
ഞങ്ങൾ കണ്ടെത്തി ഒരുപാട് പേര് പറഞ്ഞു അവനെ കാണുന്നില്ല, അമ്മ കാണുന്നില്ല എന്നൊക്കെ. കണ്ടത്തിൻ്റെ വീഡിയോ എടുക്കാൻ. കണ്ടം എങ്ങനെ നിറഞ്ഞു കിടക്കുവാണോ? കണ്ടം നിറഞ്ഞോ? വെള്ളമുണ്ടോ? മുട്ടറ്റം വെള്ളമുണ്ടോ? ദേ ഒരാൾ കണ്ടെത്തി പോകാൻ വേണ്ടി ഉടുപ്പെടുക്കാൻ പോയി ഉടുപ്പിട്ടുകൊണ്ട് വരുന്നുണ്ടോ? തൊപ്പിയുണ്ടോ? ആ, തൊപ്പിയുള്ളത് കൂടെ അല്ലെങ്കിലേ തണുപ്പാ രാവിലെ. ഇത്രയും തണുപ്പത്ത് ഉടുപ്പിടാതെ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ പോകാൻ നിർബന്ധിച്ചുകൊണ്ട് ഒരു ഉടുപ്പെടുത്തിടുക. ചെരുപ്പൊക്കെ ഇട്ട് തൊപ്പിയുള്ള ഉടുപ്പൊക്കെ ഇട്ട് സെറ്റായിട്ട് വരുന്നുണ്ടേ. അവനെ ഇങ്ങനെ നിർബന്ധിച്ച് വിളിച്ചാലേ അവൻ വരത്തുള്ളൂ. പോവാം. എന്തായാലും ഈ രാവിലത്തെ അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു പ്രത്യേകം അല്ലേടാ? ഇച്ചിരി തണുപ്പൊക്കെ ഉണ്ടെങ്കിലും വാ. ഇവിടെ ഒരു കേടായ തെങ്ങുണ്ടായിരുന്നു, അത് ഉരുണ്ട് വീണു. തണുക്കായിരിക്കാൻ തലേ വെള്ളം നിനക്ക് അത് വെച്ചോ. വേറെ എന്തിനു ഈ തലേ കൂടി ഇങ്ങനെ തുണിയിരിക്കുന്നല്ലേ? നമ്മൾ രണ്ടുപേരുടെ കുറേ നാളായി ഒരു വീഡിയോ എടുത്തു. അയ്യോ, മുത്തശ്ശിയുടെ വാഴയൊക്കെ പടച്ച് വീണോടാ. അതിട്ടോ, തലേ കൂടെ ഇട്ടോ. കൊള്ളാം. ഉടുപ്പുള്ള തൊപ്പിയുള്ള ഉടുപ്പിടാൻ പറഞ്ഞാൽ തലേ തണുപ്പടിക്കാതിരിക്കാനാ. അമ്മയുടെ വാഴയൊക്കെ ഇത്രയായി കണ്ടോ. ആ, മുളക്. അത് കാറ്റുള്ളതുകൊണ്ടാ. ഭയങ്കര കാറ്റില്ലായിരുന്നു അമ്മിനി ഞാൻ. അയ്യോ, ഇവിടെ എല്ലാം മുത്തശ്ശി പിന്നെ വൃത്തിയാക്കിയല്ലോടാ. നീ ഇന്നാളിരുന്ന പറങ്ങാവിൻ്റെ ചോട് കണ്ടോ? ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ പറങ്ങാവിൽ കയറിയിരിക്കുന്നത്. അന്ന് അതിൻ്റെ താഴ്വശം എല്ലാം കരിയിലായിരുന്നു. അയ്യോ, കുളം പൊങ്ങി. കുളവും കണ്ടവും കൂടെ ഒന്നായെന്ന് അമ്മ എനിക്കൊരു ദിവസം വീഡിയോ ഇട്ട് തന്നായിരുന്നല്ലോടാ. അത് പിന്നെ വറ്റിയോ? ആ, ഈ കുളവും ആ കണ്ടവും കൂടെ ഉള്ള സ്ഥലം നിറഞ്ഞായിരുന്നെന്ന് പറഞ്ഞു. ഒന്നിച്ചായായിരുന്നു മുങ്ങി, വെള്ളം പൊങ്ങിയിട്ട്. അത് ഇടയ്ക്കില്ല 2 ദിവസം നിർത്താതെ മഴയല്ലായിരുന്നോ. ഇപ്പോൾ കുളം ഇങ്ങനെയായി കണ്ടോ. പിന്നെ ഇവിടെ ഉള്ള വാഴകളൊക്കെ ഇങ്ങനെയായി കണ്ടോ. മണിക്കുട്ടിയെ കൊണ്ടുവരുന്നോ ഈ രാവിലെ? കണ്ടത്തിനകത്ത് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞേ മുത്തശ്ശി. കൊള്ളാം, സൂക്ഷിക്കണം. കൊള്ളാം കേസ്. രാവിലെ അമ്മ പശുവിനെ കെട്ടാൻ വന്നപ്പം കാൽപാദം നനയുന്ന വെള്ളമേ ഉള്ളായിരുന്നെന്ന്. തിരിച്ചഴിച്ചുകൊണ്ട് പോകാൻ വന്നപ്പോഴത്തേക്ക് മുട്ടറ്റം വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പം വെള്ളം കുറഞ്ഞെന്ന് തോന്നുന്നല്ലോ. ഇപ്പം വെള്ളം കുറഞ്ഞു. കണ്ടത്തിൽ കെട്ടുവാണെങ്കിൽ വയറ് ഫുള്ളാക്കും. പക്ഷെ ഇങ്ങോട്ട് കയറാൻ പേടി. ഇതിലൂടെ വയറ് നിറഞ്ഞു വരുമ്പോഴേ എന്നെ കണ്ടിട്ടോ. ആ, നിന്നെ കണ്ടിട്ടാണല്ലോ പശുവിനൊരിളക്കം. അല്ല, ഇങ്ങോട്ട് തിരിഞ്ഞേടാ. എടാ നീങ്ങി പോരാ, നീങ്ങി പോരാ. നിന്നെ കണ്ടിട്ടാ പശുവിന് ചാട്ടം. പൊക്കോ, അവൻ പോയി. ചെല്ലു പശു. അതിന് വീഡിയോ എടുക്കുന്ന കണ്ടാലേ അതിന് പേടിയാ. പൊക്കോ, ഞാൻ വീഡിയോ എടുക്കുന്നില്ല. കണ്ടോ കണ്ടോ, രാവിലെ മെനക്കെടുത്ത് കണ്ടോ. അതിന് മടിയായിരിക്കും അമ്മേ വെള്ളത്തിൽ നിൽക്കാൻ. എന്നാ പിന്നെ നന്ദൂസിനെ കണ്ടിട്ടാ. എന്നാ നിനക്കെന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞു. അതുകൊണ്ട് ആ പോത്തിനെയൊക്കെ കാണിച്ചു. ഇതിനെ കൊണ്ടുപോകത്തില്ലേ ഈ പോത്തിനെ രാത്രി? എവിടെ? അവിടെ സാധനം കിടക്കുന്ന കണ്ടോ? കണ്ടോ? അതാ അതുവഴി കറങ്ങി, അതുവഴി ഇങ്ങനെ കറങ്ങി അപ്പുറത്തൂടെ വന്ന് ഇതിലേ കൂടെ വന്ന് ഞങ്ങളുടെ വെയിലോട്ടങ്ങ് ചാടും. എന്നിട്ട് താണ്ടെ ഞങ്ങളുടെ വീടിനോട് അങ്ങോട്ടൊക്കെ വരും. അങ്ങനത്തെ സൈസ് ഒരുമാതിരി പോത്താകും. നമ്മളെ ദേഷ്യം പിടിപ്പിക്കാനേ അറിയത്തുള്ളൂ. ഇനി പേരമ്മ ഇവിടെ എന്തോ തപ്പുന്നു. കുറ്റി കണ്ടില്ലെന്നും കൃഷിയുടെ. കൃഷി പശുവിനെ വലിക്കാൻ വേണ്ടി കുറ്റി ഇങ്ങോട്ടെങ്ങാണ്ട് ഇട്ടു. പക്ഷെ എന്നിട്ട് ഇപ്പൊ കാണാം. നമുക്കിരുന്ന് കുറ്റി തപ്പാം. ആണ്ട് അവിടെ പ്രകൃതി ഭംഗി. കുറ്റി കിട്ടി, കുറ്റി കിട്ടി. പിന്നല്ല
നല്ല വൈബാണ്. ഗൈസ് എവിടെ കയറിയെന്നറിയ വെള്ളം അതുകൊണ്ട് അതിൻ്റെ ഇവിടുന്ന് ഇച്ചിരിയും കൂടെ പൊങ്ങിയാൽ മതി അവിടെ കയറും. അതിൽ നിന്ന് കയറി അങ്ങോട്ട് എന്നാ പറഞ്ഞേ. ഇപ്പം താന്ന് കാണും. ഇവിടെ എല്ലാം മൊത്തം വാഴ നട്ട് വെച്ചേ. പക്ഷേ വാഴ നട്ട് വെച്ചേക്കുക. അത് കണ്ടോ, അത് പോയി. അതിൻ്റെ കുറച്ച് മണ്ണിൽ അടിഞ്ഞു പോയി. അതിൻ്റേത് ഏറ്റവും ലാസ്റ്റ് ഒരു തട്ടുണ്ടായിരുന്നല്ലോ. ആ പറങ്ങാവിൻ്റെ ഇല്ലയോ, കുതിർന്ന് കിടക്കുമായിരിക്കും കേട്ടോ, മഴ പെയ്തുകൊണ്ടേ. ആ തണുപ്പ് വരുന്നുണ്ടല്ലോടാ. എൻ്റെ മുത്തശ്ശി പശുവിനെ കെട്ടിയിട്ട് വരുന്നു. അതെ, നല്ല മഞ്ഞ് പോലെ ഉണ്ടല്ലേടാ. ഇല്ല, അത് മഴയുടെ ആ ഒരു പെട്ടെന്ന് വെള്ളം വരും, പെട്ടെന്ന് വെള്ളം വറ്റുകയും ചെയ്യും. അത് വരുന്ന വെള്ളം അല്ലല്ലോ മഴയത്ത്. ആ പെയ്ത്ത് വെള്ളം. അയ്യോ വന്നപ്പോഴത്തേക്ക് എന്നിട്ട് അതുപോലെ പറ്റുകയും ചെയ്ത് 5 മിനിറ്റ് കൊണ്ട് കുറച്ചങ്ങ് തീർന്നു. നടുമുറ്റത്തൊന്നും തുപ്പ വലിയ പോലും കാണാൻ വന്നു. അപ്പോഴത്തേക്ക് ആ ഇടവിൽ കൂടെ വെള്ളം അങ്ങ് പോയി. ആ ഇടയ്ക്ക് മുട്ടന്റെ താഴെ വെള്ളമായി. അവിടെ ഇത്ര വന്നു. ഇനിയിപ്പോ ഉച്ച വരെ വയറ് ഫുള്ളാക്കുന്നു. ഇങ്ങോട്ട് ഇപ്പറേ വെച്ചാൽ വെച്ച് ആ അമ്മ പറഞ്ഞായിരുന്നു ഇറങ്ങി നടക്കാൻ തോന്നുന്നു. ഇങ്ങനെ ഒഴുകി പോയി ഇങ്ങോട്ട് നിറച്ച് വെള്ളം വരുന്നു. എന്നെ കൊതിപ്പിക്കുന്നു. ഗൈസ് നമ്മൾ കണ്ടത്തിൽ നിന്ന് പോവുകയാണ്. ഇങ്ങനെ കുറെ നാൾക്ക് ശേഷം കണ്ടെത്തി വന്ന ഒരു കാഴ്ച. എന്തായാലും പശു അവിടെ നിൽക്കട്ടെ, നമുക്ക് പോവാം. ഓക്കെ ബൈ. ആദ്യം തന്നെ പേരമ്മ ഫ്രണ്ടിൽ പോകാം. നമുക്ക് പേരമ്മ ഓവർടേക്ക് ചെയ്യാം. ഞാൻ പേരമ്മ ഓവർടേക്ക് ചെയ്തു. തണുക്കാതിരിക്കാൻ വേണ്ടി, തല വീഴാതിരിക്കാൻ വേണ്ടിയാ തോർത്തത് ഇങ്ങനെ ഇട്ടോണ്ട്. അല്ലെങ്കിൽ എന്റെ തലയിൽ വെള്ളം വീഴും. നമുക്ക് ആ മുളകിലൊക്കെ മുളകുണ്ടോ? മുളകല്ലാതെ പിന്നെ എന്തോ അതല്ലേ പറഞ്ഞത്. അയ്യോ വെള്ളം വീഴും മുത്തശ്ശി, കുളിക്കാതെ. ആഹാ, എല്ലാം പോയതായിരുന്നു. അവിടെ മുളക് ഇങ്ങോട്ട് പിടിച്ചേ. ഫുള്ളുണ്ട്. നിങ്ങൾ രണ്ടുപേരോട് അവിടെ നിൽക്കുന്നേക്കാം. ഉണ്ടോ പോയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുറെ നീലമുളകും കാന്താരി മുളകും ഒക്കെ പറിച്ചോണ്ട് പോയായിരുന്നു. കരിയേപ്പ് തയ്യ് എന്നിട്ട് അവിടെ കൊണ്ട് നട്ട് കിളിച്ചു. കാന്താരിമുളക് ഉണ്ടായിരുന്നല്ലോ, മഞ്ഞയോമ. അത് കണ്ടില്ലേ ഞാന്. മഞ്ഞയോമ എവിടെ വയ്ക്കുന്നു? മഞ്ഞയോമ തൈ കിളിപ്പിച്ചു വെച്ചു. ആ ഞാൻ വിചാരിച്ചു വലുതായിട്ടൊന്നും. ഒരു ഒറ്റപ്പെട്ട പൂവിനെ കണ്ടു. അതുപോലെ വെള്ള കാന്താരിമുളക് അതൊന്നും പോയില്ല. അതെല്ലാം എല്ലാം പോയതായിരുന്നു. എല്ലാം ഞാൻ കിളിപ്പിച്ചു വെച്ചു. ഞാൻ വെള്ളക്കാന്താരിയും പറിച്ചോണ്ട് പോയായിരുന്നു. കരിയേപ്പില, പിന്നെ താള് ഒക്കെ പറിച്ചോണ്ട് പോയായിരുന്നു. ഇതാടാ ആഞ്ഞിലിച്ചക്ക. ചേനയില എവിടെ വയ്ക്കുന്നു? ചേനയുടെ ആണ്ടാ വലിയ മൂടങ്ങ് പറഞ്ഞു വീണു. അവിടുന്ന് ഞാൻ ആ ചണ്ട് കൊണ്ടുപോയി ചേനയുടെ എല്ലാം തോരൻ വെച്ച് ഞാൻ പകുതി അവന് തോരൻ വെച്ച് കൊടുക്കാമെന്ന് വെച്ച് കഴുകി ചെത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയതാ? ഇവിടെ നമ്മളവിടെ ഞാൻ കഴിഞ്ഞാണ്ടി നട്ടില്ലേ പിന്നെ നട്ട് തന്നത്. ഒരു കൊലം വെട്ടി വെച്ചിട്ടുണ്ട്. പഴുക്കാനായിട്ട് അവൾ കെട്ടി തൂക്കി. അതും കിണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്ന വാഴയിലേതാ. എല്ലാം പൊട്ടി കളിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ പോകുന്നുണ്ട്. പയറും കുമ്പളം എല്ലാം പടന്നു തുടങ്ങി. എല്ലാം കൂടെ ആണ്ട് ചടയവടയെന്ന് ഞാൻ കാറ്റില്ലായിരുന്നോ? കാറ്റല്ലായിരുന്നോ? എല്ലാം വെട്ടിപ്പറിച്ച് ഊരക്കണം. ആ എന്താടാ നീ എന്താ പോന്നേ? ബാ ഇവിടെ നിക്ക്. മതിയായോ? എന്ത് ഗെയിം കളിക്കാനല്ലേ പോന്നേ? ഇനിയിപ്പോ 2 ദിവസം കൂടെ ഉള്ളല്ലോ. സ്കൂൾ തുറക്കുന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ? അയ്യോ എങ്ങനെയെങ്കിലും 2 മാസം കിട്ടിയതായിരുന്നില്ലേ? അയ്യോ കഷ്ടം. സ്കൂളിൽ പോണമെന്നില്ല. സ്കൂളിൽ പോന്നേ അവന് ഇഷ്ടമാ. പക്ഷേ പറിക്കുന്നേ മോളോ?
കിട്ടിയോ? കാന്താരി വെള്ളയാണോ? ഇതേ ഉള്ളൂ. ആ പച്ച, അത് മതി. ഓ എന്തായാലും എനിക്കൊന്ന് പറിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഇതുപോലെ പറിച്ച് അവിടെ കൊണ്ട് വെച്ചത് കരിയ ആരും എടുത്തില്ല. അത് എല്ലാം കൂടെ ഒന്നിച്ചാവുമ്പോൾ നമുക്ക് വലിയ ഇത് വരത്തില്ല, ഉപയോഗം ഇല്ലല്ലോ. കുറേശ്ശെ പലപ്പോഴായിട്ടാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ, ഫ്രിഡ്ജിലും അങ്ങനെ ഒത്തിരി ദിവസം ഇരിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് കേടാവും. മറ്റേ ഒരു ഉണ്ടമുളക് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ഇല്ലയോ? നെയ്മുളക്, ഇത് പാൽമുളക് എന്ന് പറയുന്ന അതില്ലയോ? ഉണ്ട. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെയൊക്കെ നോക്കിയായിരുന്നത്. എവിടെ? ബിന്ദുവിൻ്റെ തോട്ടത്തിലുണ്ടോ? ഇല്ല, ഇതെല്ലാം ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ബിന്ദുവിനാണ് നിൽക്കുന്നത്, വേണം പറിച്ചെടുക്കും. നോക്കാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെയൊക്കെ നോക്കി, അന്നേരം ഇല്ലായിരുന്നു. ഉണ്ടാവാറുള്ളത് പൊട്ടിപ്പൊളിച്ച് വരുന്നതേ ഉള്ളൂ. ആ, എൻ്റെ അവിടെ ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരുന്നല്ലോ, വലുത് നിറച്ചുണ്ടാകുന്നേ, അത് പോയി ഇല്ലയോ? അത് പോയി. ആ പച്ചമാങ്ങ പച്ച വെച്ചില്ലേ അത് വരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ വെള്ളക്കാന്താരി ചെറുതായിട്ടുണ്ടാവുന്നത്. പിന്നെ ഒരു സാമ്പാർ മുളക് 3 പറിച്ചു കൊടുക്കുന്നത് ഉണ്ടാവുന്നുള്ളൂ. ചിലപ്പോൾ ആ, ഇതിനകത്തോട്ടാ ഞാൻ അകത്തോട്ട് പോലും. അതുകൊണ്ട് ആ മുളകിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചേ. തിരുവനന്തപുരത്ത് അല്ല, ആയൂര് പറയുന്ന ഉടങ്കൊല്ലി മുളക്, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്, അതിൻ്റെ മണം മതി. ആ, ഇത് ഞാൻ അകത്തോട്ട് കയറി നോക്കിയില്ല. ഉണ്ട്, അതേണ്ട ഇവിടെ ഒരെണ്ണം കണ്ടേണ്ടേ. അയ്യോ, ഞാൻ അവിടുന്ന് കണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കണ്ടതല്ലേ. ആ, ഞാൻ വേണ്ടേ, അല്ല അത് സാമ്പാർ മുളകാ. ഏത്? അത് സാമ്പാർ. ഞാൻ ഇപ്പം അതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടു. ഉണ്ടാകുന്നില്ല, ഞാൻ കണ്ടതാണ്. ഞാൻ നീ വന്നിട്ട് പറിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. അമ്മ ഉണ്ടെങ്കിലേ അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ചെറുതാ. ആ, അത് പറിക്കണ്ടേ എന്തിനാ? ആയില്ലല്ലോ, അതുകൊണ്ട് അവിടെ നിൽക്കുന്നത്. വേണ്ട ഇവിടെ 2-3 എണ്ണം ഉണ്ട്. ആയില്ല, ഒന്നും ആയില്ല. ആവട്ടെ, ബലമുണ്ട്. ആ, ഇതായി കേട്ടോ, കണ്ടാ ചെറുതാണെങ്കിലും. വേനൽക്കാലം കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് വേണ്ട. സാമ്പാർ മുളക് കണ്ടോ? 2 എണ്ണം. അവിടെ ഓൾറെഡി വലുതായത് ഒരെണ്ണം. സാമ്പാർ മുളക് വേണ്ട, സാമ്പാർ മുളക് 2 എണ്ണം. ഇവിടെ ഒരു വലിയ എനിക്ക് തോന്നുന്നു ഈ മഴയത്ത് ഈ മുളകേ ഉണ്ടാകത്തുള്ളൂ, ബാക്കിയൊക്കെ പക്ഷെ പുഴുവായി പോവും. പച്ചക്കറികളൊന്നും വിളിക്കത്തില്ല. ഇത് ഒരു ഉണ്ടമുളക്, അതെ നല്ലൊരു മുളകുണ്ട്, പക്ഷെ വലുതായി വരുന്നേ ഉള്ളൂ. കണ്ടോ? ആവട്ടെ, വെള്ളക്കാന്താരി ആയി വരുന്നുണ്ട്. അടുത്ത വരവിന് ആകുമ്പോഴത്തേക്ക് അതെല്ലാം നിറച്ച് പിടിക്കും. ചുമകപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ മഴ കിട്ടി അതിനൊരു ആശ്വാസം. അതൊക്കെ അപ്പൻ്റെ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ആ ഓമത്തൈ എന്തിനാ ഇത്രയും വളരെ അമ്മ കിളിപ്പിക്കുന്നത്? മഞ്ഞയോമയാ അല്ലയോ? അതുകൊണ്ട് നോക്കാം. ഞാൻ ഇപ്പുറത്തെ മാവേ നിന്നതൊക്കെ പറിച്ചുകൊണ്ട് പോയായിരുന്നു, പക്ഷെ അപ്പുറത്തുണ്ടെന്ന് ഞാൻ കണ്ടില്ല. ഇതേ മാങ്ങ ഉണ്ടെന്നാ പറയുന്നത്, ഞാൻ കണ്ടില്ല. ആ, അതെന്തോ മാങ്ങയാ, പക്ഷെ അത് മൂവാണ്ടനല്ലല്ലോ. മൂവാണ്ടന്റെ കൂട്ടം അവിടെ വീണ് കിടക്കുന്ന. ഇന്നലെ അയ്യോ, അതെന്നാ പറിക്കാതെ വിളഞ്ഞു കാണോ? ഉണ്ടോ കേസ്? എൻ്റെ ഓരോ മാവും പൂത്തു തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ, ആദ്യത്തെയാണ് ഇതെല്ലാം. മാങ്ങ പൊഴിഞ്ഞു പോയെന്ന് അമ്മയ്ക്ക് സങ്കടം. എന്തേ? പക്ഷെ അത് വലിപ്പമില്ല, എനിക്ക് തോന്നുന്നു ചെറുതായോണ്ടായിരിക്കും. അയ്യോ, എന്നാ പച്ചയായിട്ട് തന്നെ പറിക്കാം. ആ, അതെ. അയ്യോ, അത് തടി മൂക്കാഞ്ഞിട്ടാ, ചെറിയ മാവല്ലയോ, അതുകൊണ്ടാ. അപ്പൊ 2 മൂവാണ്ടനാ. അത് സ്കൂളിൽ നിന്ന് കിട്ടിയതാ. അതെന്ന് പറഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ, എന്തോ പറയണേ, ചെറുതായിട്ട് നിൽക്കുന്ന മാവ്, അതുകൊണ്ടോ അത് ഇത്രയും തന്നെയല്ല, ഇതിന് ഇച്ചിരൂടെ വെയിൽ കിട്ടും അവിടുത്തെ കാട്ടി. അത് കണ്ടോ, അതിൻ്റെ തടി കണ്ടോ, മുറ്റിയിട്ടുണ്ട്. അതിന് പൊക്കം ഇല്ലെന്നേ ഉള്ളൂ. ആ, അത് എന്നെ പോലത്തെ മാവാ, അതിനാണേ പൊക്കമുണ്ട്, പക്ഷേ മാങ്ങ ചെറുതാണ്. ഇതേന്നാ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറിച്ചുകൊണ്ട് പോയത്, മൂവാണ്ടൻ മാങ്ങ. നല്ല മാവായിരുന്നു, നല്ല മാങ്ങയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് രാവിലത്തെ കുറേ കാഴ്ചകൾ. മഴയിലെ പ്രഭാതം ഉണ്ടോ? ഇപ്പം മഴ ചാറിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഞാനിനി നമ്മുടെ മാളൂസിൻ്റെ ഗാർഡനും കൂടെ ഒന്ന് കാണിച്ചു തരാം. അവിടെ ഉച്ചയുടെ ഭംഗിയായിരിക്കും. മഴയത്ത് ആ പുല്ലിനകത്തൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കാണാൻ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഒറ്റ ഇവിടെ നിന്ന് പൂ പറിക്കുന്നുണ്ട്. മാളൂസും ദേവനൊന്നും എണീറ്റില്ല. മഴയത്ത് കുടയും കൊണ്ട് പൂ പറിക്കുന്നു. മാളൂൻ്റെ പൂന്തോട്ടം ഉണ്ട്. തെറ്റി, ചെമ്പരത്തി, അടിപൊളിയല്ലേ, അടിപൊളി. ഹായ് റോസ. നമ്മുടെ താമര എന്തോ എന്ന് നോക്കാം. ഉണ്ടോ താമരയിലെ വെള്ളം? പറഞ്ഞില്ലേ, മഴയത്ത് ഈ പുല്ലിൻ്റെ പുറത്തുള്ള വെള്ളം. മാളൂൻ്റെ അരളിയല്ല കേട്ടോ, ഇത് കോളാമ്പിയ. ഇത് മറ്റേ വിഷമുള്ള അരളിപ്പൂവല്ല. ഇവിടെയുണ്ടൊരു മൂവാണ്ടമ്മാവ്. അപ്പം അങ്ങനെ നടന്നപ്പം ദേ നല്ല അടിപൊളി ഒരു മാങ്ങ കിട്ടി. നോക്കട്ടെ അടിപൊളിയാണോന്ന്. കൊള്ളാം. ഒരെണ്ണം കൂടെ കിടക്കുന്നു. 2 മാങ്ങ. മൂവാണ്ടൻ മാങ്ങയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണേ. ഇതിനി ഞാൻ എവിടെ വയ്ക്കും? ഇവിടെ ഇരിക്കട്ടെ, തിരിച്ചു പോകുമ്പോൾ എടുക്കാം. മഴയും നനഞ്ഞിങ്ങനെ നടക്കുക രാവിലെ. ചെടികളെല്ലാം നല്ലോണം പൂത്ത് നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കുറേ ദിവസമായി ഞാനിങ്ങനെ ഈ മഴയാണെന്നും പറഞ്ഞ് വീട്ടിനകത്തിരിക്കും. പുറത്തുള്ള ഭംഗിയൊന്നും കാണാറില്ല. അപ്പോൾ ഇന്നെന്തായാലും പുറത്തിറങ്ങുക, പുറത്തെ വീഡിയോകളൊക്കെ എടുക്കുക എന്ന് വിചാരിച്ചിറങ്ങിയത്. ഇനി നമുക്ക് നമ്മുടെ കാവിൻ്റെ അവിടെ കൂട്ടൊന്ന് പോകാം. കണ്ടോ, ഇവിടെയും കുറേ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തുളസി, തെറ്റി, അങ്ങനത്തെ ഒക്കെയാണ് കൂടുതൽ. പിന്നെ വെള്ള നന്ദ്യാർവട്ടം, പിന്നെ നമ്മുടെ അതുണ്ട് ഈ അരളിപ്പൂ, അരളിയല്ല കോളാമ്പിപ്പൂ, ഇങ്ങനത്തെ ഒക്കെയാണ് ഇവിടെ വെച്ച് പിടിപ്പിച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കാവ്. ഇത് നമ്മുടെ പശുവിനുള്ള ആഹാരം. ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴയൊന്ന് തോർന്ന് നിൽക്കുമ്പോൾ അമ്മ ഇവിടെയൊക്കെ വന്നാണ് പുല്ല് പറിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ രാവിലത്തെ കാഴ്ചകൾ. ഇനി പിന്നെ നമുക്ക് പിള്ളേരൊക്കെ എണീറ്റിട്ട് നമുക്ക് ബാക്കിയൊക്കെ ഷൂട്ട് ചെയ്യാം. മഴയായതുകൊണ്ട് എല്ലാവരെയും പിടിച്ചകത്തിട്ട് അടച്ചേക്കും. ഞങ്ങളുടെ സുന്ദരമായ പിന്നെ രാവിലത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടില്ലേ. അപ്പം എല്ലായിടവും ഇങ്ങനെയൊക്കെ അല്ലേ ഇപ്പോൾ അല്ലേ. മഴ ഒത്തിരി ആയാലും ശരിയല്ല കേട്ടോ. ഒരുപാട് പേര് വെള്ളപ്പൊക്കത്തിലൊക്കെ ദുരിതം അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളാണെങ്കിൽ പാമ്പാടിയിൽ നിന്ന് വരുന്ന വഴി തന്നെ പേടിച്ചാണ് വന്നത്. കാര്യം 1-2 വെള്ളം പൊങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാണ് വന്നത്. തിരിച്ചു പോകാൻ നമുക്ക് നമ്മുടെ മാങ്ങ എടുക്കണ്ടേ. അതുകൊണ്ട് ഞങ്ങളങ്ങനെ പേടിച്ചൊക്കെയാണ് വന്നത്. വെള്ളം എവിടൊക്കെയാണെന്ന് അറിയത്തില്ല. ഞാൻ തിരിച്ചു പോട്ടെ. ഇതാണ് നന്ദ്യാർവട്ടം. വേറെ വല്ല പേരും ഉണ്ടോ ഇതിന്? അങ്ങനെ ഞാൻ രാവിലത്തെ വീഡിയോ എടുപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വേണം എനിക്ക് അടുക്കളയിൽ കയറി രാവിലത്തെ ആഹാരം തൊട്ടുണ്ടാക്കാൻ. ഇത് ഒരു മാവാണേ. ഇത് മറ്റേ ഒട്ടുമാവാണ്. അതുകൊണ്ട് ഇത് വലുതാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനോട് ചേർത്ത് നട്ടേക്കുന്നത്. സ്കൂളിൽ നിന്ന് കിട്ടിയതാവിന്. വെള്ളരിക്കയും മാങ്ങയും
അയ്യോ കൈ കൊള്ളണ്ടേ. മാങ്ങ ഇട്ടോ? പഴുത്ത മാങ്ങയാണോ അതോ പച്ചമാങ്ങയോ? ഇപ്പോൾ പച്ചമാങ്ങയും വെള്ളരിക്കയും കൂടെ അരിഞ്ഞ് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാൻ വെച്ചേക്കുവാണേ. പച്ചമാങ്ങ പുളിങ്കറി, പച്ചമാങ്ങ വെള്ളരിക്ക പുളിങ്കറി. പിന്നെ ഇച്ചിരി പച്ചടി കൂടെ വെക്കാന്ന് വെച്ച് മാങ്ങ എടുത്തോണ്ട് വന്നു കഴുകി അരിയാനെ. പച്ചടി ഉണ്ടോ? പച്ചടി വീണ്ടും വെക്കാൻ പോവാ. പച്ചടി ഇടില്ല, അപ്പത്തെ മണ്ടല്ല, ശർക്കര കൂടെ ഇടുമ്പോൾ നമ്മൾ അന്നൊക്കെ പൂളി. വെള്ളരിക്കയും മാങ്ങയും കൂടെ പുളിങ്കറി കേട്ടോ. പച്ചമാങ്ങയും വെള്ളരിക്കയും കൽച്ചട്ടിയിൽ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ആയില്ല. ചോറ് വെക്കുന്ന അടുപ്പില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തീ കത്തിച്ച് ചോറ് അരി അങ്ങനെ കിടന്ന് തിളച്ച് ഉണ്ടോ. ഈ ചോറിനൊരു പ്രത്യേക ടേസ്റ്റാണ്. കിടക്കട്ടെ. അടുത്ത് പുളിങ്കറി എന്തോ എന്ന് നോക്കാം. ഇപ്പം വെള്ളരിക്ക കൂട്ടാനും മാങ്ങാ പച്ചടിയും. മാങ്ങാപ്പച്ചടി മാങ്ങാപ്പച്ചടി വെക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫുൾ വീഡിയോ എടുക്കുന്നില്ല. നമ്മ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വെള്ളരിക്ക മാങ്ങ കൂട്ടാനും. മാങ്ങ വെന്ത് കഴിഞ്ഞാൽ ഉടനെ പുളി തേങ്ങ അരച്ചൊഴിക്കും. ഇത് മാങ്ങ തന്നെ പച്ചടി വെക്കാം. അത് പിന്നെ മാങ്ങാപ്പുളും കറിക്ക് വെള്ളരിക്ക മാങ്ങ വെന്ത് കഴിഞ്ഞാൽ തേങ്ങ അരച്ച് ചേർത്താൽ പോരെ, വേറെ ഒന്നും വേണ്ട. ഉണ്ട് തേങ്ങ തിരുമ്മി വെച്ചേക്കോ. ഇനി ഇതൊന്ന് അരയ്ക്കണം, ചേർക്കണം. അപ്പം ചോറ് റെഡി, കൂട്ടാനും റെഡി. രസം, പപ്പടം ഒക്കെ ഉണ്ട്. രസം, തോരൻ, പപ്പടം, മാങ്ങാ പുളിങ്കറി, മാങ്ങാ പച്ചടി, വെള്ളരിക്ക പുളിശ്ശേരി. വെള്ളരിക്ക പുളിശ്ശേരി, വെള്ളരിക്ക പുളിശ്ശേരി, മാങ്ങ പച്ചടി, പയറ് തോരൻ. അതും ഉണ്ടോ? പയറ് തോരന്, രസം, തക്കാളി രസം, പപ്പടം, ഇത്ര മോര് ഉപ്പിലിട്ടത്, അച്ചാറ് എല്ലാം ഉണ്ട്. ഞങ്ങളുടെ ഊണൊക്കെ പോകങ്ങളാണ്. പച്ചടിക്ക് മാങ്ങ മതിയോ കുറച്ചുകൂടെ വരണം. ബ്രേക്ക്ഫാസ്റ്റ്: കഞ്ഞി, ചുട്ട പപ്പടം, ഇഞ്ചി ചമ്മന്തി, ഓമയ്ക്ക മെഴുക്കുവരട്ടി. അയ്യോ നാരങ്ങ അച്ചാർ വിളമ്പിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് ഗേസ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഉണ്ടോ? ഇഞ്ചി ചമ്മന്തി, പിന്നെ പതിവ് കട്ടൻ കാപ്പി, നാരങ്ങ അച്ചാർ. ഇതുകൂടെ കൊണ്ട് കൊടുക്കട്ടെ. കോമ്പോ ശരിയായത്. കഞ്ഞി, ചുട്ട പപ്പടം, ചമ്മന്തി, നാരങ്ങ അച്ചാർ, മെഴുക്ക് വരട്ടി. കൈയെടുത്ത് ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഓക്കെ. അപ്പം അമ്മ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. കണ്ടോ? പുളിശ്ശേരി, മാങ്ങ വെള്ളരിക്ക പുളിശ്ശേരി, പിന്നെ പച്ചടി. തിരിച്ചടച്ച് വയ്ക്കട്ടെ. തവിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെയാണ് വയ്ക്കുന്നത് അമ്മ. കണ്ടോ? ഇനി ഇതെന്താ? പയറ് തോരൻ. അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ. ഇതെല്ലാം ആക്കി വെച്ചിട്ട് അമ്മ എങ്ങോട്ടാണ് പോയെന്ന് നോക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പോൾ അവർ വന്നിട്ടുണ്ട് കേട്ടോ. അവർ വരുന്നതുകൊണ്ട് അമ്മ ഇന്ന് കൽച്ചട്ടിക്കകത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് കൂട്ടാൻ വെച്ചേക്കുന്നത്. അവിടെ അച്ഛനും മോനും ഒരച്ഛനും മോനും കുറേ ദിവസമായി കണ്ടിട്ടേ. അതിൻ്റെയാണ്
അപ്പം നമുക്ക് തുടങ്ങിയിടത്ത് തന്നെ നിർത്താം. കണ്ടോ, നമ്മളിവിടെ നിന്നാണ് തുടങ്ങിയത്. കണ്ണനൊക്കെ എണീച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഇനി നാളെ കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.